സുഹറ, ഞാനിപ്പോൾ പഴയ കുമരുവല്ല. നീ പറഞ്ഞതുപോലെ ഞാനൊരു പണക്കാരനായി. ഉപദേശം കേൾക്കുന്നവനല്ല, ഉപദേശിക്കുന്നവനാ. സുഹറ, എൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് വന്നാൽ ഞാൻ അറിയാണ്ടൊരു മണവാളനായിപ്പോ. മണവാളൻ്റെ വേഷമിട്ട് പാട്ടും പാടി പറമ്പ് മുഴുവൻ മണ്ടി നടക്കും. കള്ളൻ കുമരുവിൻ്റെ യാത്രകൾ ഓരോന്നും നാട്ടുകാരുടെ വാക്ക് കേട്ടുള്ളതായിരുന്നു. കള്ളനും സത്യസന്ധനും പണക്കാരനുമായുള്ള വേഷപ്പകർച്ചകൾക്കിടയിലെല്ലാം തന്നെ കുമരുവിൻ്റെ കൽബ് സുഹറയുടെ മണവാളനാവാനുള്ള കൊതിയിലായിരുന്നു. കള്ളൻ കുമരുവായി വേദിയിൽ പകർന്നാട്ടം നടത്തിയ യദു കൃഷ്ണയ്ക്ക് വിധി പറയുന്നവർ ഒടുവിൽ നൽകിയത് മികച്ച നടനുള്ള പട്ടമാണ്. ഈ വിദ്യാലയം മുന്നേ നാടകം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പല വഴി അറിഞ്ഞിരുന്നു. എൻ്റെ അച്ഛൻ അവിടുത്തെ അധ്യാപകനാണ്. അച്ഛൻ വഴിയാണ് ഞാനിവിടെ നടക്കുന്നുണ്ട് നാടകം. ഇത്ര ഒരു സംഘം നാടകത്തിന് പിന്നാലെ ഉണ്ട് എന്നറിയുന്നത്. അപ്പോഴേ ഉള്ളൊരു കൊതിയായിരുന്നു ഈ നാടകത്തിലൊരു ഭാഗമാകുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ GHSS കോക്കല്ലൂരിലേക്ക് അഡ്മിഷൻ നേടുന്നത്. ത്രാഗ്രഹിച്ചിട്ട് തന്നെയാണ് എത്തിയത്. പിന്നെ നാടകത്തിലേക്ക് ഭാഗമായി തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. കുമരു എന്നുള്ളൊരു കഥാപാത്രം ഭയങ്കര നിഷ്കളങ്കനാണ്. ആള് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സാഹചര്യം മൂലം കള്ളനാവുകയാണ്, സത്യസന്ധനാവുകയാണ്, പണക്കാരനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തെന്ന് പറയുന്നത് ആ മണവും മണവാളനായി നടക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം ഈ ഇത്തരം ഓരോ വേഷങ്ങൾ കെട്ടി അണിയേണ്ടി വരികയാണ് കുമരു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ആസ്പെക്ട്സും ഈ കഥാപാത്രത്തിന് കൊടുക്കണമെന്ന് സംവിധായകൻ നിവേദേട്ടൻ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ കുമരുവിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു തന്നത് നിവേദേട്ടൻ തന്നെയാണ്. നമ്മൾ സ്റ്റേജിൽ കണ്ടതാണ്, അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. കാരണം പല ഭാവങ്ങളും ഒരേ സമയം നാട്ടുകാരുടെ ഒരു കാര്യത്തിന് വേണ്ടി കണ്ട് നമ്മൾ ഒരു ക്യാരക്ടറായി മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം സത്യത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. സത്യത്തിന്റെ മാറ്റങ്ങളുണ്ട്. അതൊക്കെ വളരെ തന്മയത്തോടുകൂടി കണ്ട് അവതരിപ്പിച്ചു. അപ്പോൾ നാടകത്തിന് ഇതിനു മുമ്പ് നാടകത്തിനോട് ഇഷ്ടം ഉണ്ടായിരുന്നോ? നാടകം അവതരിപ്പിച്ചിട്ടുണ്ടോ? അതിന് UP-യിൽ കുറഞ്ഞ നാടകങ്ങൾ, 3 നാടകങ്ങൾ സ്കൂളിൽ തന്നെ പ്രാദേശികമായിട്ട് അവതരിപ്പിച്ചിരുന്നു. പിന്നെ ഇവരുടെ തന്നെ മാവറിക്സ് ഈ സംഘം തന്നെ അവതരിപ്പിച്ചൊരു ഇമിറ്റേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അത് 9ാം ക്ലാസ്സിൽ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും നാടക സംഘത്തിൻ്റെ ആ ഒരു ശക്തിയൊക്കെ ഞാൻ തിരിച്ചറിയുന്നത്. പിന്നെ നാടകം വളരെ ഇഷ്ടമാണ് കാണാനും അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. കാരണം ഇതിലൊരു വളരെ ഭംഗിയുണ്ട്, നല്ല ഒരു കൂട്ടായ്മയുടെ കൂടെ ചേരുമ്പോഴോ അങ്ങനെയൊക്കെ വളരെ സന്തോഷമാണ്. എപ്പോഴും മനസ്സിനൊരു കുളിർമ അങ്ങനെ പറയാം. ഈ കുമരു ആവാനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? കുമരു ആവാനുള്ള നമ്മൾ ഓരോ മനസ്സിലാക്കുക എന്നുള്ളത്, കുമരുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിവേട്ടൻ പറഞ്ഞതാണ് എനിക്കെപ്പോഴും ഇൻസ്പയറായ. കാരണം ഓരോന്നും മനസ്സിലാക്കുക. കുമരു എങ്ങനെയായിരിക്കും കുമരു നാട്ടിൽ, കുമരു എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുക, കുമരു ആ മണവാളനാകുമ്പോൾ കുമരുവിൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടാവുക, അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിക്കും കുമരു ആവാൻ എടുത്ത തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത്. കൂടുതലും നിവേദേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്, ഡയറക്ടർ. പിന്നെ വരുന്ന ഓരോരുത്തർ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഓരോ വശങ്ങളും കൃത്യമായി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. ആ സംഘത്തിലെ പലരും അങ്ങനെ ചൂണ്ടിക്കാണി. പിന്നെ ആർട്ട് ഡയറക്റ്റ് ചെയ്ത നിതീഷ് ഏട്ടനൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എമിലേട്ടൻ എഴുതി വെച്ചൊരിതാണല്ലോ. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഇതിനെ കുറിച്ച്. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തിയത്. ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വേദിയിൽ കേരളത്തിലുള്ള മൊത്തം ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നമ്മൾ പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? ശരിക്കും അവിടെ കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സന്തോഷമാണ് ശരിക്കും. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഒരുപാട് പേര് പുതിയാനൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ ആദ്യം അങ്ങനെ കിടക്കുന്ന സീനാണ്. അപ്പോൾ അത് ലൈറ്റിങ് കണ്ണ് പിന്നെ തുറക്കുമ്പോൾ ഒരു ജനസാഗരത്തെ കാണുമ്പോൾ ശരിക്കും ആദ്യമായിട്ടാണ് വല്ലാത്തൊരു ഇപ്പോൾ കുമരൂരിലേക്കുള്ളൊരു യാത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊക്കെ, അപ്പം സബ് ജില്ല, അതേപോലെ ജില്ല, സംസ്ഥാനം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതിസന്ധികൾ എന്തെങ്കിലും? പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പ്രതിസന്ധികൾ. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ നിവേദേട്ടൻ്റെ കാല് പൊട്ടിയതും ഡയറക്ടർ തന്നെ കാല് പൊട്ടിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സെറ്റാദ്യമായി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ
പ്രാക്ടീസ് ചെയ്യുന്ന ടൈൽസ് സ്ലിപ്പറി, അതുകൊണ്ട് ഞങ്ങളുടെ അഭിനയത്തിന് തന്നെ ഒരു തവണ വീണിരുന്നു. അതിൻ്റെ ഒക്കെ ഒരുപാട് ഞങ്ങൾക്കൊക്കെ ചെങ്കണ്ണ് വന്നു. അതിനിടെ നിപ്പൻ്റെ ഒരു ഭാഗം വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈസിസ് നേരിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. വെല്ലുവിളികളുള്ളപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഊർജ്ജം ഉണ്ടാവുക. അപ്പം എന്താണ് നാടകം ഇനി ഭാവിയിലോട്ട് നാടകവും അഭിനയവും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണണം? നാടകം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഇവരെ സംഘത്തിൻ്റെ ഒപ്പം കൂടെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഒരു മാവറിക്സ് എന്ന് പറഞ്ഞ അവരൊക്കെ ഒപ്പം കൂടി നിൽക്കുക. ഞങ്ങളുടെ 10 ആൾ തന്നെ ഭയങ്കരമായിട്ട് ബോണ്ടായി പോയി. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഇനിയും നാടകം കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും ഭയങ്കര ഇഷ്ടമായത് ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള. പിന്നെ അതേപോലെ സെറ്റിങ്സ് എടുത്തു പറയുന്ന സാധനം നിങ്ങളുടെ നാടകത്തിലുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത് ആ ആർട്ട് കാര്യങ്ങളൊക്കെ നാടകത്തിലുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരേ സമയത്ത് നല്ല സാങ്കേതികപരമായിട്ട് ടെക്നിക്കലി ഭയങ്കര മികച്ച സാധനം വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളായിരിക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഇവരാണ് ഈ സാധനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് ഒരു സമയത്ത് നമ്മൾ അവർ ഇതിൻ്റെ മുകളിലൂടെ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, ചാടുന്നുണ്ട്, ആ കിണറിൽ ചാടുന്നുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവർ? അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നില്ല ശരിക്കും. കാരണം ഞങ്ങൾ ഈ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊക്കെ പലപ്പോഴും കിണറിനുള്ളിൽ സിമെൻ്റ് അടിക്കാൻ പോലും ഞങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. പശ അടിക്കാൻ, അതുപോലെ ഓരോ പ്രോപ്പർട്ടി ഉണ്ടാക്കുമ്പോഴും വെട്ടാനും അതിൽ ഒട്ടിക്കാനും ഒക്കെ ഞങ്ങൾ നിതീഷ് ചേട്ടന് നിർബന്ധമായിരുന്നു ഞങ്ങൾ തന്നെ അതിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തണം. കാരണം നമ്മുടെ കൂടെ ഉണ്ടായി വരുമ്പോൾ നമുക്ക് അതിനോട് ഒരു ജീവൻ ഉണ്ടായതായി തോന്നും, നമ്മുടെ പങ്കാളിയാണെന്ന് തോന്നും. അതുകൊണ്ട് അതിനോട് അതൊരു ഡിഫിക്കൽട്ടായി തോന്നിയിട്ടില്ല പലപ്പോഴും അത് എടുത്തോടാനൊന്നും. അതൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആയി തോന്നിയിട്ടുണ്ട്. നമ്മളെ ഒരു പങ്കാളിയാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ടുണ്ട്. അമ്മ അച്ഛൻ മുന്നേ നാടകങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ പലപ്പോഴും 11 മണി 11:30 ആവും വീട്ടിൽ എത്താനൊക്കെ. അപ്പോഴും വാതിൽ തുറന്നു തരാൻ ഇവരൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമാണ്. നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ. സ്കൂളിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. കാരണം നമ്മൾ സംവിധായകരോട് പിന്നെ ആർട്ടിൻ്റെ ആളുകളൊക്കെ സംസാരിച്ച സമയത്തൊക്കെ അവരൊക്കെ എടുത്ത് പറഞ്ഞുള്ളത് കാരണം സ്കൂളിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. അവർ ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളൊരു അങ്ങനെ ഒരു സംഘം തന്നെ ഉണ്ട് ഇതിനു വേണ്ടി മാത്രം ഇതാക്കുന്നത്. ശരിക്കും നാടകം ജീവനായി കണ്ടിട്ട് ഒരു കൂടെ ചേർത്ത് നിർത്തിയിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റ് നാടകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് വന്നിട്ട് കലോത്സവത്തിന്? കൊല്ലത്ത് വന്ന് ഇതിന് കലോത്സവ വേദിയിൽ നിന്ന് ഹൈസ്കൂൾ നാടകം കണ്ടിരുന്നു കഴിഞ്ഞ വർഷത്തത്. ഈ വർഷമൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയവേളകൾ കാണണമെന്നാണ് ആഗ്രഹം. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ഒരു ബെസ്റ്റ് വിഷസ്. താങ്ക് യു. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions, Perambalichira, Thudupuzha.